മലപ്പുറം നിലമ്പൂരിൽ മോഡിഫിക്കേഷൻ നടത്തിയ വാഹനം പിടികൂടി. തീ തുപ്പുന്ന വാഹനമാണ് പിടികൂടിയത്. മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വാഹനം പിടിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു പരിശോധന. വണ്ടിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കാൻ തീരുമാനമായിട്ടുണ്ട്. പി അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. പഴയ ഓൾട്ടോ കാർ ആണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതാണ് തീ തുപ്പുന്ന കാറാക്കി മാറ്റിയിരിക്കുന്നത്. അനുമോദ്, മുഖ്യമന്ത്രിയുടെ മോഡിഫിക്കേഷൻ ഗ്യാരണ്ടിയിൽ വീണുപോയവരാണോ ഇതിന് പിന്നിൽ? എന്താണ് മനസ്സിലാക്കുന്നത്? രാത്രി 8 മണിയോടെ കനോലി പ്ലോട്ടിൽ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഈ തീ തുപ്പുന്ന വാഹനം പിടിയിലായത്. 4 വിദ്യാർത്ഥികളായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഈ വാഹനത്തിന്റെ ഉടമ നിലവിൽ വിദേശത്താണ് എന്നാണ് അറിയാനാകുന്നത്. മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ഈ ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ താൽക്കാലികമായി റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. വിദേശത്തുള്ള ഉടമയിൽ നിന്നും ഇതിന്റെ വിശദാംശങ്ങൾ തേടും. എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു മോഡിഫിക്കേഷൻ ചെയ്തത് എന്നറിയാനുള്ള അന്വേഷണവും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുണ്ടാകും. ഇത് വിദ്യാർത്ഥികൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് അവർക്കെതിരെ മറ്റ് നടപടികൾ എടുക്കുന്നില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വാഹനം അത് നിയമവിരുദ്ധമായിട്ടാണ് ഇത്തരത്തിലൊരു മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് എന്നുകൊണ്ട് തന്നെ അതിന്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടികൾ റദ്ദാക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇത് 2 സ്വിച്ചുകൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു സ്വിച്ച് ഞെക്കുമ്പോഴാണ് ഈ വാഹനത്തിലെ പുകക്കുഴലിലൂടെ ഈ ഇത്തരത്തിൽ തീയും അതുപോലെ ശബ്ദവും ഒക്കെ വരുന്നത്. ഇത് എവിടെ നിന്ന് ആണ് ഇത് ഇത്തരത്തിൽ ഘടിപ്പിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആൾട്ടറേഷൻ വരുത്തിയത് എന്ന കാര്യമാണ് അറിയേണ്ടത്. ഇതേ സംബന്ധിച്ചുള്ള അന്വേഷണവും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നും മനസ്സിലായിട്ടുണ്ടോ? ഇതിന്റെ ഉടമസ്ഥനെ വിശദമായിട്ട് ചോദ്യം ചെയ്താലേ ഇക്കാര്യങ്ങൾ അറിയാനാകുള്ളൂ. നിലവിൽ അയാൾ വിദേശത്താണ് എന്നാണ് അറിയാനാകുന്നത്. ഈ ഉടമസ്ഥന്റെ അനുജന്റെ സുഹൃത്തുക്കളാണ് ഈ ഒരു കുട്ടികൾ, വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥികൾ എന്നാണ് അറിയാനാവുന്നത്. അപ്പോൾ ഈ ഉടമയിൽ നിന്നും ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ചെയ്യുന്നത്. ഇവ രാത്രി പല മേഖലകളിലും മോട്ടോർ വാഹന വകുപ്പിന്റെ ഇത്തരത്തിലുള്ള പരിശോധനകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ഈ നിയമവിരുദ്ധമായിട്ടുള്ള മോഡിഫിക്കേഷൻ പലപ്പോഴും ഇത്തരത്തിൽ ലൈറ്റ് അതേപോലെ തന്നെ ശബ്ദ സംവിധാനങ്ങളൊക്കെ രാത്രിയിലാണ് കൂടുതലായിട്ട് ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിയുക. അതുകൊണ്ട് രാത്രി ഇതുപോലെയുള്ള പരിശോധനകൾ ഇനിയും തുടരുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഈ ഒരു വാഹനത്തിന്റെ ഉടമയെ കണ്ടെത്തി ഇതിന്റെ ഓൾട്ടറേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ എവിടെ നിന്ന് നടത്തിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അത് നിയമവിരുദ്ധമായി നടത്തുന്നവരെ കണ്ടെത്താനുള്ള ശ്രമം കൂടി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുണ്ടായിരിക്കും. ഒപ്പം തന്നെ ഈ ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ താൽക്കാലികമായി റദ്ദാക്കാനുള്ള തീരുമാനവും മോട്ടോർ വാഹന വകുപ്പ് എടുത്തേക്കുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ശരി, എന്തായാലും മോഡിഫിക്കേഷന്റെ പേരിൽ എത്രമാത്രം അപകടകരമായ പരീക്ഷണങ്ങളാണ് നടക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ. എന്തായാലും പരിശോധനകൾ കർശനമായി നടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ഈ വാർത്ത നൽകുന്നത്. ഇന്നലെ രാത്രി നടന്ന പരിശോധനയിലാണ് ഇങ്ങനെ ഒരു വാഹനം പിടിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.